എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രൂപേഷ്. ഭാരതീയ മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ടത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് BMSRM ദേശീയ സംഘടനാ സെക്രട്ടറി ശ്രീ പ്രദീപൻ, പിന്നെ നമ്മുടെ BMS ജില്ലാ സെക്രട്ടറി ശ്രീ ആനന്ദേട്ടനാണ്. ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് BMSRM സംഘടനാ സെക്രട്ടറി ശ്രീ പ്രദീപൻ. ബഹുമാനരായ സുഹൃത്തുക്കളെ, ഈ ജൂലൈ 15-നാണ് മിഥുൻ എന്ന പേരിൽ കേവലം 26 വയസ്സുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഒരു ഭാരതത്തിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ജയൻ്റായിട്ടുള്ള ആബട്ട് എന്ന കമ്പനിയിലെ ഗൈനക്കോളജി ഡിവിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. സെയിൽസ് പ്രഷർ കാരണം നിരന്തരമായിട്ടുള്ള പീഡനം കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവറില്ലാതെ ജൂലൈ 25-ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി, ഈ കമ്പനിയിൽ നിന്നുള്ള പ്രഷറും സെയിൽസ് പ്രഷറും കാരണം എനിക്ക് താങ്ങാനാവുന്നില്ല, ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് അദ്ദേഹം ജീവനെടുക്കുകയായിരുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കാണാനായിട്ട് BMSRM ഉദ്ദേശിക്കുന്നില്ല. ആബട്ട് എന്നൊരു കമ്പനി ഇന്നൊരു ഹേതുവായെന്ന് മാത്രം. ഇന്ന് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ടാർഗറ്റിന് വേണ്ടിയുള്ള പ്രഷർ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്കൊരു സേവിങ്സ് ബാങ്കിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ 10 പേരെ ചേർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബാങ്കിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും കൂടി ഒരു കൂട്ടുത്തരവാദിത്വമാണ്. പക്ഷേ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഒരു ടാർഗറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ മാത്രം ഒരു കാര്യമായിട്ട് മാറുന്നു. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഹയറാർച്ചീസ് ആയിട്ടുള്ള മറ്റു മാനേജേഴ്സ് എങ്ങനെയെങ്കിലും കുൽസിത ബുദ്ധിയോടുകൂടിയാണെങ്കിൽ പോലും ഇയാളുടെ തലയിലോട്ട് ഇതാക്കി വെച്ചിട്ട് അവരെല്ലാം കൈ കഴുകുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് നിലനിൽക്കുന്നത്. എപ്പോഴും ഞാൻ പറയുന്നത്, കമ്പനികൾ പലപ്പോഴും ഇതിനെ നിയമമൊക്കെ കടലാസിൽ എഴുതി വെച്ചുള്ള ചില നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ജോലി ഡിഫൈൻ ചെയ്യാനായിട്ടും ഭാരതീയ മസ്ദൂർ സംഘം ഈ കഴിഞ്ഞ 2019 നടത്തുന്ന പല സമരങ്ങളിലും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോലി ഡിഫൈൻ ചെയ്യണമെന്നുള്ളതും ഇതിനൊരു വർക്ക് ഷെഡ്യൂൾ വേണമെന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ഞങ്ങൾ പല പാർലമെൻറ്റ് സമ്മേളനം 2 തവണ പാർലമെൻറ്റ് മാർച്ച് പോലും BMSRM നടത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. എന്നിട്ടും നിയമങ്ങൾ കടലാസുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. നിയമനിർമ്മാണം നടത്തേണ്ട പല ആൾക്കാരും ഇതിനെതിരെ കണ്ണടയ്ക്കുന്ന ഒരു സംശയം. പലർക്കും എനിക്ക് തോന്നുന്നു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഇങ്ങനെ ഈ ഷർട്ടും നല്ല രീതിയിൽ വസ്ത്രധാരണമൊക്കെ നടക്കുമ്പോഴേക്കും മനസ്സിൽ ഇത്തരത്തിലുള്ളൊരു ടാർഗറ്റും ഇങ്ങനെ ഒരു പ്രഷറും കയറി നടക്കുന്നവരാണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ലയോ എന്നൊരു സംശയം തോന്നും. അപ്പോൾ ഇനിയെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ കണ്ണ് തുറക്കണം എന്നുള്ളതാണ് ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ ഉള്ളൊരു ഈ ഒരു സമ്മേളനത്തിൻ്റെ ഒരു ഉദ്ദേശം. ഭാരതീയ മസ്ദൂർ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഭാരതീയ മസ്ദൂർ സംഘത്തിനോട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടന കഴിഞ്ഞ ഏതാണ്ട് 30 വർഷത്തോളമായി ഈ രംഗത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എതിരായിട്ട് ശക്തമായ സമരങ്ങളും മറ്റും സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. എങ്ങനെ കമ്പനികൾ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായിട്ടും സംസ്കാരരഹിതമായിട്ടും നിയമത്തിന് അതീതമായിട്ടും പോയി തുടങ്ങിക്കഴിഞ്ഞാൽ തൊഴിലാളി സംഘടന എന്നുള്ള രീതിയിൽ സംഘടനയ്ക്കും അതേ രീതിയിലുണ്ട്. കാരണം ഒരു ദിശയിൽ പോകുന്ന ഒരു സംഘടനയെ മറ്റൊരു ദിശയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂട്ടിമുട്ടുകയില്ലല്ലോ. അപ്പോൾ അതേ ദിശയിൽ തന്നെ തൊഴിലാളി സംഘടനകൾ പോകേണ്ടി വരും എന്ന് ഒരു മുന്നറിയിപ്പും കൂടി ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് കൊടുക്കാനായിട്ട് BMSRM ഇത്തരുണത്തിൽ ഉദ്ദേശിക്കുന്നു.